തിരുവനന്തപുരത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബി.ജെ.പി നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. അനിൽ പ്രസിഡന്റായിരുന്ന വലിയശാല ഫാം ആൻഡ് ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും. സാമ്പത്തിക ബാധ്യതയിൽ പാർട്ടി തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് ആത്മഹത്യാക്കുറിപ്പുള്ളതിനാൽ ബി.ജെ.പി നേതാക്കളാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം. അനിലിന്റെ സംസ്കാരം ഇന്ന് തൈക്കാട് ശാന്തി കവാടത്തിൽ വെച്ച് നടക്കും. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യതകളാണ് അനിൽകുമാറിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് ഈ നേതാക്കളടക്കം പ്രവർത്തകരടക്കം എടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നില്ല, സാമ്പത്തിക ബാധ്യതയിലാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ കൂടി ഇത് പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്, സഹായിക്കാൻ തയ്യാറായില്ല. അതുതന്നെയാണ് അനിൽകുമാറിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, തീർച്ചയായും ഈ ആത്മഹത്യാക്കുറിപ്പിൽ വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സിജു സൂചിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുൻപ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ നേരിൽ കണ്ട് അദ്ദേഹം അറിയിച്ചിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഈ മരണത്തിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 ദിവസം മുൻപ് കണ്ട് സംസാരിച്ചിരുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ, അതായത് വലിയ ബാധ്യത 6 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ഈ ഫാം ആൻഡ് ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ബി.ജെ.പിയുടെ നേതാക്കളെ ഉൾപ്പെടെ ഈ തരത്തിൽ നേരത്തെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. അത് പക്ഷേ പിന്നീട് തനിക്ക് തിരിച്ച് ലഭിച്ചിട്ടില്ല എന്നതും അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഇദ്ദേഹം പല നേതാക്കളോടുമായിട്ട് ഈ വിഷമങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരോട് ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ പോലും നിലവിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരാകണം, അതിന്റെ പ്രവർത്തനങ്ങൾ നോക്കണം, മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതുൾപ്പെടെ പ്രവർത്തകരുൾപ്പെടെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിൽ ഉൾപ്പെടെ പ്രവർത്തകർ വന്ന് സ്വന്തം പ്രവർത്തകനെ രക്ഷിക്കാൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പോലും കേൾപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി പോകുന്നു, നേതൃത്വം പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒരു പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ പ്രവർത്തകരെ സഹായിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ. ഈ കൊലപാതകത്തിന് ഈ ആത്മഹത്യക്ക് ഉത്തരവാദികൾ, ഈ മരണത്തിന് ഉത്തരവാദികൾ നേതൃത്വമാണ് എന്ന് പോലും കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് പ്രവർത്തകരുൾപ്പെടെ ഈ വിഷയം വളരെ കൃത്യമായി വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടെയാണ് ഈ വിഷയങ്ങളെല്ലാം വഴിമാറ്റി വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പോലീസിനെതിരെയാണ് ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് അനിൽ ആത്മഹത്യ ചെയ്തത് എന്നടക്കമുള്ള ആരോപണങ്ങളിലേക്ക് ബി.ജെ.പി പോവുകയാണ്. ആ നിലയിലേക്ക് ഈ വിഷയങ്ങളെ മാറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടലാണ് നിലവിൽ ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. നേരത്തെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിഷയങ്ങളിൽ ഉൾപ്പെടെ നേതാക്കളുടെ മൊഴി ഒരുപക്ഷെ പോലീസ് രേഖപ്പെടുത്തിയേക്കുമെന്നുള്ളതാണ്. ഈ ആരൊക്കെയാണ് ഈ തരത്തിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളത്, ആരൊക്കെയാണ് തിരിച്ചടക്കാനുള്ളത്, ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കും. ആ നിലയിലേക്ക് കൂടുതൽ ഗൗരവതരമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തിരുമല അനിലിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഉച്ചയോടുകൂടി സംസ്കാരം ശാന്തി കവാടത്തിൽ നടക്കും. സിജു. ശരി, കമലേഷ് തെക്കേക്കാടാണ് തിരുമല ബി.ജെ.പി കൗൺസിലർ അനിൽകുമാറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിസ്ഥാനത്ത് ബി.ജെ.പി നേതാക്കൾ തന്നെയാണ്. 6 കോടിയുടെ ബാധ്യത അനിൽകുമാറിനുണ്ടായിരുന്നു. കൂടുതൽ ബി.ജെ.പി നേതാക്കളും പ്രവർത്തകരുമാണ് ടൂർ സൊസൈറ്റിയിൽ നിന്ന് പണം വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതിരുന്നത്. ഇതിൻ്റെ മനോവിഷമത്തിലാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്.